ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് നോക്കാം. ഈ ഒരാഴ്ച വരുന്ന ആഴ്ചയിലേക്ക് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, എന്താണ് ഗോൾഡിൻ്റെ ലെവൽസ് ഏതൊക്കെയാണെന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. ഗോൾഡ്, അപ്പോൾ ഇതൊരു ഡേ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഓക്കെ നല്ലൊരു റൈഡ്, അതായത് ഇവിടെയാണ് മുമ്പ് ഒരു സൈഡ് വേസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നല്ലൊരു റൈഡ് കഴിഞ്ഞു, വീണ്ടും നല്ലൊരു നാരോ റേഞ്ചാണ്. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ബോറിംഗ് ആയിട്ടുള്ളൊരു ലെവലാണ്. പക്ഷേ ഇതുപോലെയുള്ള ബോറിംഗ് ലെവൽസ് ഉണ്ടെങ്കിലാണ് വരുന്ന, അതായത് അടുത്തൊരു വലിയൊരു മൂവ്മെൻറ്റ് നടക്കുള്ളൂ. അതായത് ഒരു കുക്കിംഗ് ലെവൽ എന്നാണ് ഇതിനെ പറയാം. അതായത് ഇവിടെയാണ് ഓരോന്ന് നാരോ റേഞ്ച് ആവാന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ കുക്കിംഗ് നടക്കുക. അതിനുശേഷം ഒരു ഫേക്ക് ഔട്ട് അടിച്ച് റീറ്റെയിൽ ട്രേഡേഴ്സിന് എല്ലാത്തിനെയും ട്രാപ്പ് ചെയ്ത് അത് നല്ലൊരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ എപ്പോഴും ഈ ഒരു ബോറിംഗ് ലെവലിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ട്രേഡ് ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പോസ്റ്റ് ആവും, അല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യണവർക്ക് വളരെയധികം ലോസ് വരാനുള്ള ചാൻസ് ഉള്ള ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്, ഇതൊരു ബൈയിങ് റെക്കമെൻഡേഷനോ ഒന്നുമല്ല, എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതൊരു മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, പക്ഷേ റിജക്ഷൻ അടിച്ച് തിരിച്ചു വന്നു, വീണ്ടും ഇവിടെ വരുന്നു, താഴെ വരുന്നു, ഇവിടെ വരുന്നു, താഴെ വരുന്നു, വീണ്ടും ഇവിടെ വരുന്നു, താഴെ വരുന്നു, വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക എന്താണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. ഓക്കെ, ഇനി മുകളിലുള്ളൊരു ലെവൽ കിട്ടി, ഇനി നമുക്ക് താഴെയുള്ളൊരു ലെവൽ നോക്കാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ, ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇത് സ്ക്യൂസായി നാരോ റേഞ്ച് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല. ഇത് ഇങ്ങനെ നിന്ന് ഒന്നുകിൽ അത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി റീടെസ്റ്റ് എടുത്ത് നല്ലൊരു റൈഡ്, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് ഡൗൺ അടിച്ച് റീടെസ്റ്റ് എടുത്ത് നല്ലൊരു ഫോൾ. ഓക്കെ, ഈ ഒരു ലെവൽ വരെ നമുക്ക് ഫോൾ എക്സ്പെക്ട് ചെയ്യാം, ഫോൾ വരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു ലെവൽ വരെ ഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഈ രണ്ടാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് ആസ് പെർ ദ ഡേ ചാർട്ട്. അപ്പോൾ ഈ ഒരു ഡേ ചാർട്ടിലെ വ്യൂവും കൂടി നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവണം. അപ്പോൾ ഇതൊരു നാരോ റേഞ്ചാണ്. ഇതിൽ ഇനി വേറൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് പ്രീവിയസ് ബ്രേക്ക് ഔട്ട് സോൺ. അതിനുശേഷം ഇവിടെ സൈഡ് വേസ് അടിച്ചു. ഓക്കെ, ഇതൊരു ഫ്ലാഗ്, ഒരു ബുള്ളിഷ് ഫ്ലാഗ്. ഇത് ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് ഒരു ബുള്ളിഷ് ഫ്ലാഗ് എന്നുള്ളൊരു ലെവലും ഇതിൽ കാണാം. അതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബ്രേക്ക് ഔട്ട് വരണം. അപ്പം ഇതൊരു ബ്രേക്ക് ഔട്ട് അപ്പിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു ലെവൽ നമുക്ക് അപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ടാർഗറ്റ് നമുക്ക് ഇവിടെയും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് 4000 ലെവലിലേക്ക്, അതായത് ഈ ഒരു ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു ബ്രേക്ക് ഔട്ട് ബൈ സൈഡ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ടാർഗറ്റ് ലെവൽ ഈ ഒരു ലെവൽ വരെ വരാനുള്ള, അതായത് 4000 വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഗോൾഡിൽ. ഓക്കെ, അത്രയധികം അതിവിടെ നാരോ റേഞ്ച് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നാരോ റേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുക്കിംഗ് ലെവലാണ്. ഈ ഒരു കുക്കിംഗ് ലെവലിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, നല്ല റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കും. ഓക്കെ, ഇനി അതൊരു ചെറിയ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ, ഓക്കെ, ഇതൊരു ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എടുത്ത് ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ അതിൻ്റെ ഒരു ബൈയിങ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഒരു ഡിമാൻഡ് സോണാണ്. ഈ ഒരു ഡിമാൻഡ് സോണിൻ്റെ റിസ്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അപ്പം എപ്പോഴും നമ്മൾ റിസ്ക് കഴിഞ്ഞിട്ടുള്ള പരിപാടി നമുക്കുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി റിസ്കിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ ഇതൊരു ഡിമാൻഡ് സോണാണ്. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ലെവൽ റിസ്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സോണിലേക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ ഇവിടെ നിന്നുള്ള ട്രേഡിന് 4000 ടാർഗറ്റ് ഒരിക്കലും ബാധകമല്ല. അതൊരു വലിയ ടൈം ഫ്രെയിമിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു അനാലിസിസ് ആണ്. ഇത് ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ഇവിടെ വന്ന് ഇവിടെ ടച്ച് ചെയ്താൽ പിന്നെ ഇങ്ങോട്ടോ ഈ ഒരു സോണിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് 1 hour ആണ്. ഇനി 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സെയിം ലെവൽ തന്നെയാണ്. അതായത് ഈ ഒരു ലെവൽ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന, വേറെ ലെവൽസ് ഒന്നുമില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഇത് യെസ്, ഒന്നുകിൽ ഈ ഒരു ലെവൽ
അല്ലെങ്കിൽ ഈ ഒരു ലെവൽ, ഇതാണ് കൂടുതൽ വരാനുള്ള സാധ്യത. ഈ ഒരു ലെവലിൽ നമുക്കൊരു ബൈയിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ഡബിൾ ബോട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻറ്റോ FVGയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ ഇറങ്ങാം. ഇതൊരു റിസ്ക് ലെവലായിട്ട് എടുത്തിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാപ്പി ട്രേഡിങ്.